യൂണിറ്റ് വാർഷികമാണ്, വാർഷിക ദിവസമാണ് ഇന്ന്. അതിൻ്റെ ആരംഭമായിട്ട് നമ്മൾ കർത്താവിനെ ഓർത്തുകൊണ്ട് അവൻ്റെ ബലി നമ്മൾ ഈ ഭവനത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് അർപ്പിക്കുകയാണ്. ഈ ഭവനത്തിലേക്ക് നമുക്ക് അവിടുത്തെ ക്ഷണിക്കാം. ഈ ഭവനത്തെയും ഭവനത്തിലെ എല്ലാ അംഗങ്ങളെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇന്ന് ഈ ഭവനം ഒരുക്കി തന്നിരിക്കുന്ന കുടുംബനാഥൻ ജോസഫേട്ടനെയും സലോമ ചേച്ചിയെയും ജോജോയെയും ജോജോയുടെ ഭാര്യയും മകളെയും ഒക്കെ സമർപ്പിക്കാം. അതോടൊപ്പം തന്നെ ഈ അടുത്ത മാസങ്ങളിൽ വേർപിരിഞ്ഞു പോയ ജോസഫേട്ടൻ്റെ അമ്മച്ചിയെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ആ സഹോദരിയുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ കുടുംബത്തിൽ നിന്നും വേർപിരിഞ്ഞു പോയ മറ്റ് പൂർവികരായിട്ടുള്ളവരുണ്ട്. നവംബർ മാസം പൂർവികരെ ഓർക്കുന്ന മാസമാണ്. ഇരുപക്ഷത്തിൽ നിന്നും സർവ്വചേതനായിട്ടും അല്ലെങ്കിൽ പൂർവികരായിട്ടുള്ള ഈ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാവരെയും നമുക്ക് പ്രാർത്ഥനയിൽ സ്മരിക്കാം. കർത്താവിനെ സ്നേഹപൂർവ്വം ഈ ബലിവേദിയിലേക്ക് നമുക്ക് സ്വീകരിക്കാം. ദൈവാനുഗ്രഹം നമ്മളോടൊപ്പം എന്നും ഉണ്ടായിരിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർ പോകുന്ന വഴി അവനൊരു ഗ്രാമത്തിൽ പ്രവേശിച്ചു. മർത്ത എന്നു പേരുള്ള ഒരുവൾ അവനെ സ്വഭവനത്തിൽ സ്വീകരിച്ചു. അവൾക്ക് മറിയം എന്നു പേരായ ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിന്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവന്റെ പാദത്തിങ്കൽ ഇരുന്നു. മർത്തായാകട്ടെ പലവിധ ശുശ്രൂഷകളിൽ മുഴുകി വ്യഗ്രതയായിരുന്നു. അവൾ അവന്റെ അടുത്ത് എന്ന് പറഞ്ഞു, കർത്താവെ, ശുശ്രൂഷിക്കാൻ എന്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നത് നീ ശ്രദ്ധിക്കുന്നില്ലേ? എന്നെ സഹായിക്കാൻ അവളോട് പറയുക. കർത്താവ് അവളോട് പറഞ്ഞു, മർത്ത മർത്ത, നീ പലതിനെ കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയും ആയിരിക്കുന്നു. ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ.
നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ തിരുസഭയുടെ ഭാവി മഹത്വത്തെ സ്മരിച്ചുകൊണ്ട് കർത്താവേ ഇതിന്റെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമെന്ന് പ്രാർത്ഥിക്കാം. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും എന്ന വാഗ്ദാനം അനുസരിച്ച് സഭയിൽ നിരന്തരം വസിച്ചുകൊണ്ട് അവളെ നിത്യസ്വഭാവത്തിലേക്ക് നയിക്കുന്ന കർത്താവേ, സഭയെ സ്നേഹിക്കുകയും നിർമ്മല വധുവായിരിക്കുവാൻ അവൾക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത കർത്താവേ, ലോക സൃഷ്ടിക്ക് മുമ്പ് തന്നെ നിനക്കുണ്ടായിരുന്ന മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ വേണ്ടി അനുദിനം ഞങ്ങളുടെ കുരിശുമെടുത്ത് നിന്നെ അനുഗമിക്കുവാൻ ആഹ്വാനം ചെയ്ത കർത്താവേ, സകല ജനപദങ്ങളും നിന്നെ രക്ഷകനായി ഏറ്റു പറയുവാൻ രക്ഷയുടെ അടയാളവും സമാധാനത്തിന് തുറമുഖവുമായി സഭയെ സ്ഥാപിച്ച കർത്താവേ, ഈശോയുടെ സഭ മുഴുവന്റെയും തലവനായി ഞങ്ങളുടെ പരിശുദ്ധാവും മാർ ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായും മേജർ ആശുപത്രി മാർജോർ രാജനെയും എല്ലാം മെത്രാപ്പൊലിത്തായും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കുന്ന കർത്താവേ, കർത്താവായ ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ വിശുദ്ധന്റെ ശരീരത്തിലാവുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകാൻ എളിയവരും ഭാഗ്യമായിട്ടും ഞങ്ങളെ കരുണാരകത്താൽ യോഗ്യരാക്കി അത് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങേതാവുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെയും. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തുള്ളതാവുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവായ ഈശോ മിശിഹ ദർബാറും അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. മിശിഹാത്തിന്റെ സഭയെ വിജയം പകടം ചൂടിച്ചു. എല്ലാ അർത്ഥങ്ങളിൽ നിന്നും അവന്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇതാ വൈദികൻ മാലാഖമാരോടുകൂടെ ജീവന്റെ ആചാരം സംഭവിക്കുന്നു. വരുവിൻ, തിരുശരീര രക്തങ്ങൾ സ്വീകരിച്ച് ജീവൻ പ്രാപിക്കുവിൻ. മിശിഹായെ ശരീരത്വവും കടങ്ങളുടെ വൃത്തിയും
കീബോർഡ് വായിക്കുന്നവർ, വിവിധ കലാപ്രതിഭകൾ, എല്ലാ യൂണിറ്റ് അംഗങ്ങളെയും അവരുടെ കുടുംബാംഗങ്ങളെയും പ്രത്യേകം സ്വാഗതം ചെയ്യും. യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ ജോസഫ് മാനുവൽ വീട്ടിപ്പാറ, ബഹുമാനപ്പെട്ട മദർ സിസ്റ്റർ അനിത, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, യൂണിറ്റ് ഭാരവാഹികളെ, പ്രിയ കുടുംബാംഗങ്ങളെ, അതോടൊപ്പം തന്നെ മറ്റ് യൂണിറ്റുകളിൽ നിന്നും ക്ഷണിതാക്കളായി കടന്നു വന്നിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, സന്തോഷമുണ്ട് അൽഫോൺസ യൂണിറ്റിൻ്റെ ഈ വാർഷിക സമ്മേളനത്തിൽ കൂടാൻ സാധിക്കുന്നത്. നമ്മൾ നമ്മുടെ പ്രസിഡന്റ് ഭവനത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു. തീർച്ചയായിട്ടും 6-7 വർഷങ്ങൾക്ക് ശേഷമാണ് ആഘോഷമായ രീതിയിൽ നമ്മൾ ഈ ഒരു വാർഷിക സമ്മേളനം കൂടുക. അത് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ആ ഒരു സ്നേഹവും ഐക്യവും പ്രകാശിപ്പിക്കുന്ന ഒരു വേദിയാണ്. നമുക്കറിയാം, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. അവിടെ നിൽക്കുന്നില്ല. ഒരു സാമൂഹിക സംവിധാനം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് കുടുംബമാണ്. അത് ഒരു സൊസൈറ്റിയിലാണെങ്കിലും മതപരമായിട്ട് പറയുമ്പോഴും എവിടെയും ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഫാമിലിയാണ്, കുടുംബമാണ്. അപ്പോൾ കുടുംബങ്ങൾ ശിഥിലീകരിക്കപ്പെടുമ്പോൾ അത് സൊസൈറ്റിയാണ് ബാധിക്കുക, അല്ലെങ്കിൽ ഒരു മത സമൂഹത്തെയാണ് ബാധിക്കുക. അപ്പോൾ കുടുംബങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ബൈബിളിൽ പറയുന്നത് പോലെ ഒരു പ്രകാശമായിട്ട് മാറണം, ദീപമായിട്ട് മാറണം. മലമുകളിൽ ഉയർത്തപ്പെട്ട പ്രകാശമായിട്ട് ദീപമായിട്ട് മാറേണ്ടതുണ്ട്. എഴുത്തച്ഛൻ പുരസ്കാര ജേതാവായിട്ടുള്ള എഴുത്തുകാരി പി. വത്സല പ്രകാരം പറഞ്ഞിരിക്കുകയാണ്: ഞാൻ വായിച്ച ആദ്യത്തെ പുസ്തകം എൻ്റെ കുടുംബം തന്നെയാണ്. വിശാലം, സംഭവബഹുലം എന്ന് പറഞ്ഞുകൂടാ. പ്രകാശം നിറഞ്ഞത്, ദാരിദ്ര്യം കുറഞ്ഞത്, വിശപ്പറിയാത്തത്, ഭാഗ്യം നിറഞ്ഞത്, സ്നേഹസമൃദ്ധം, ഒരിക്കലും ഒരു കലഹമുണ്ടായിട്ടില്ലാത്ത വീട്. പി. വത്സല എഴുത്തുകാരി മനോഹരമായിട്ട് സ്വന്തം കുടുംബത്തെ പറ്റി തൻ്റെ ആത്മകഥയിൽ, മാതൃഭൂമിയുടെ ആത്മകഥ എഴുതിയിട്ടുണ്ടായി. ആ ആത്മകഥയിൽ സൂചിപ്പിക്കുന്ന വരികളാണ്, സ്വന്തം കുടുംബത്തെ പറ്റി പറയുന്ന മനോഹരമായിട്ടുള്ള ഓർമ്മയാണ്. നല്ലൊരു വിശേഷണങ്ങളാണ് അതിൽ പറയുക. ഞാൻ വായിച്ച ആദ്യത്തെ പുസ്തകമാണ്. ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ ആ കുഞ്ഞിന് ലഭിക്കുന്ന അനുഭവങ്ങൾ, അത് പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ കിട്ടേണ്ടത് അത് സ്വന്തം പാരൻസിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്നാണ്. മാതാപിതാക്കൾ കഴിയുമ്പോൾ സ്വന്തം സഹോദരങ്ങളിൽ നിന്ന് കിട്ടണം. അത് കഴിയുമ്പോൾ ബന്ധുജനങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നൊക്കെ കിട്ടേണ്ടതാണ്. ഞാൻ വായിക്കുന്ന ആദ്യത്തെ പുസ്തകം എൻ്റെ കുടുംബമായിരിക്കണം. അപ്പോൾ കുടുംബം നല്ലതാണെങ്കിൽ ആ പുസ്തകം, വായിക്കുന്ന പുസ്തകം നല്ലതാണ്. കുടുംബത്തിൽ നിന്ന് നെഗറ്റീവ് എനർജിയാണ് വരുന്നതെങ്കിൽ, മാതാപിതാക്കൾ നെഗറ്റീവായിട്ട് പ്രതികരിക്കുകയും ആ കുടുംബത്തിലൊക്കെ സംഭവിക്കുകയും ചെയ്യുന്നെങ്കിൽ ആ രീതിയിൽ മോശമായിട്ടുള്ള പുസ്തകമാണ്, വായിക്കപ്പെടില്ല. ഈ പറയുന്നത് സംഭവബഹുലം എന്ന് പറഞ്ഞുകൂടാ. ഒരാളുടെ കുടുംബജീവിതം അത്ര സംഭവബഹുലമായിരിക്കണമെന്നില്ല. സാധാരണ ഒരു ജീവിതമായിരിക്കണം, സാധാരണ കുടുംബജീവിതമായിരിക്കാം. അവിടെ സംഭവബഹുലമായ കാര്യങ്ങൾ, എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കണമെന്നില്ല. പക്ഷേ സാധാരണ ഒരു ജീവിതത്തിലൂടെ ആ കുടുംബം വിശദീകരിക്കപ്പെടുന്നു, മറ്റുള്ളവർക്ക് നല്ല മാതൃകയായിട്ട് മാറുന്നു. പിന്നെ പ്രകാശം നൽകുന്നത്, നേരത്തെ പറഞ്ഞ പോസിറ്റീവ് എനർജി സ്ഫുരിക്കുന്ന കുടുംബങ്ങളായിട്ട് മാറണം. സ്വയം പ്രകാശിക്കണം, മറ്റുള്ളവർക്ക് പ്രകാശം പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കണം. ദാരിദ്ര്യം കുറഞ്ഞത്, ഇത് പറയാനുള്ള കോണ്ടെക്സ്റ്റ് പി. വത്സല ജീവിച്ച കാലം എന്ന് പറയുന്നത് അല്പം ദാരിദ്ര്യമൊക്കെ ഉള്ള കാലമാണ്. ഇന്നത്തെ പോലെ അത്ര ഒരു സമ്പന്നമായിട്ടുള്ള ഒരു സൊസൈറ്റി ആയിരുന്നില്ല അന്നുണ്ടായിരുന്നത്, സാമൂഹിക വ്യവസ്ഥയല്ലായിരുന്നു. വേണ്ട രീതിയിൽ അവർക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് അധ്വാനിച്ച് കുടുംബത്തിൽ ദാരിദ്ര്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട്, ദാരിദ്ര്യത്തിൻ്റെ അല്ലല് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് അധ്വാനിക്കുകയാണ് ചെയ്യുക. അപ്പോൾ
ദാരിദ്ര്യം കുറഞ്ഞത്. എങ്കിലും ദാരിദ്ര്യത്തിൻ്റെ അനുഭവങ്ങൾ തീർച്ചയായിട്ടും എഴുത്തുകാരിയിൽ കാണുന്നുണ്ട്. അപ്പോൾ ദുഃഖങ്ങളും വിഷമങ്ങളും ഉണ്ടാകാം, പക്ഷേ അത് പ്രകാശം നിറഞ്ഞതാക്കി മാറ്റാനായിട്ട് ഈ എഴുത്തുകാരി ശ്രമിക്കുകയാണ്. ഈ ഭാഗ്യം നിറഞ്ഞത്, ഭാഗ്യകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിരിക്കണം. പിന്നെ ഒരിക്കലും ഒരു കലഹം ഉണ്ടായിട്ടില്ലാത്ത വീട്. കലഹം എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം, ചെറിയ ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടായാൽ പോലും വലിയ ഒരു വിള്ളല്, ഒരു ഭിന്നത ഉണ്ടാകുന്ന രീതിയിൽ മാതാപിതാക്കൾ തമ്മിൽ, മക്കൾ തമ്മിൽ, അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസ് മക്കൾ തമ്മിൽ, അല്ലെങ്കിൽ ഇടകിടാങ്ങൾ തമ്മിലുള്ള അങ്ങനെയുള്ള ഒരു കലഹമല്ല ഇവിടെ ഉദ്ദേശിക്കപ്പെടുക. ചെറിയ ചെറിയ കലഹങ്ങൾ ഉണ്ടാകാം, പക്ഷേ അത് കുടുംബത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഐക്യത്തെ ബാധിക്കരുത്. അപ്പോൾ ഈ രീതിയിൽ സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും അന്തരീക്ഷം നിറഞ്ഞ ഒരു കുടുംബത്തിന്റെ അനുഭവത്തിലൂടെയാണ് ഈ ഒരു എഴുത്തുകാരി കടന്നു പോകുക. അപ്പൊ നമുക്ക് ഈ എഴുത്തുകാരി പറഞ്ഞു തരുന്നതാണ് നല്ലൊരു കുടുംബാന്തരീക്ഷം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടായിരിക്കണമെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ കുടുംബ വാർഷികം ആഘോഷിക്കുമ്പോഴും കുടുംബ യൂണിറ്റ് മീറ്റിങ്ങുകൾ, സാധാരണ യോഗങ്ങൾ കൂടുമ്പോഴും ഒക്കെ ഇതൊക്കെ വിചിന്തനം ചെയ്യാനായിട്ടുള്ള സമയമാണ്. അല്ലെങ്കിൽ പരസ്പരം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പങ്കുവയ്ക്കാനായിട്ട്, ആ പ്രശ്നം കൂട്ടിക്കൊണ്ടുവരാനായിട്ടല്ല, ആ പ്രശ്നത്തിന്റെ രൂക്ഷത കുറച്ചു കൊണ്ടുവരാനായിട്ടും ഒരു സ്നേഹത്തിന്റെ, ഒരു നൈർമല്യത്തിന്റെ ഒരു കളികൾ പരസ്പരം പകർന്നു കൊടുക്കാനായിട്ടുള്ളൊരു അന്തരീക്ഷം സംജാതമാക്കുക എന്നുള്ളതാണ് കുടുംബ യൂണിറ്റുകളുടെ ഉദ്ദേശം. അപ്പോൾ സെന്റ് അൽഫോൺസ യൂണിറ്റിൽ ഇത്രയും നാൾ നമ്മുടെ സാരഥിയായിരിക്കുന്ന ശ്രീ ജോസഫിന്റെ സ്നേഹപൂർവ്വം നന്ദി പറയുകയാണ്. വളരെ മനോഹരമായിട്ട് യൂണിറ്റിനെ നേതൃത്വം നൽകുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ സഹായിക്കേണ്ട മറ്റു യൂണിറ്റ് ഭാരവാഹികളുണ്ട്. അവരും വളരെ ഐക്യത്തോടും സ്നേഹത്തോടും കൂടി ഈ ഒരു യൂണിറ്റിനെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ അവരോടൊപ്പം തന്നെ നിങ്ങൾ എല്ലാവരും ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് സെന്റ് അൽഫോൺസ യൂണിറ്റിന്റെ മനോഹാരിത വർദ്ധിക്കുകയുള്ളൂ. അപ്പോൾ ഇടവകയുടെ ഇടവക കൂട്ടായ്മയോട് ചേർന്ന് പ്രവർത്തിക്കാനായിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അതിനുള്ള അവസരമാകട്ടെ ഈ കുടുംബ യൂണിറ്റ് വാർഷികം, കുടുംബ യൂണിറ്റ് യോഗങ്ങൾ എന്ന് നിങ്ങൾക്ക് ഞാൻ ആശംസ നേരുകയാണ്. എൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. സ്നേഹബഹുമാനപ്പെട്ട വികാരിയച്ഛൻ, പ്രധാനപ്പെട്ട അനിത സിസ്റ്റർ, മറ്റ് ഇതര യൂണിറ്റുകളുടെ ഭാരവാഹികൾ, പ്രസിഡന്റ് സെക്രട്ടറി ഭാരവാഹികൾ, പ്രിയമുള്ള സഹോദരങ്ങളെ, യൂണിറ്റ് മെമ്പേഴ്സ്, കുടുംബാംഗങ്ങളെ എല്ലാവരും, നമ്മുടെ സങ്കീർത്തനത്തിൽ ഒരു വാക്കുണ്ട്, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും. അതെ, നമ്മൾ ഒരു വർഷം, ഈ വർഷം കൂടി നമ്മുടെ സഹോദരന്മാരെ പോലെ ഇവിടെ ഒരുമിച്ച് വസിക്കുന്നത് തന്നെ അതിൻ്റെ മനോഹരതയാണ്. അതിൻ്റെ ഒരു സന്തോഷം നമുക്ക് വേറിട്ടതാണ്. ഒരു 3-4 വർഷം, 3 വർഷത്തിന് മുമ്പ് നമുക്കിങ്ങനെ ആലോചിക്കാൻ പറ്റില്ല. നമുക്കിങ്ങനെ ഒരു പ്രാവശ്യം കൂടാൻ സാധിക്കുമോ എന്നുള്ളത് നമ്മളന്ന് ആശങ്കപ്പെട്ടിരുന്നു. ഇനി യൂണിറ്റ് ഉണ്ടാകുമോ എന്ന് പോലും ആശങ്കപ്പെട്ടിരിക്കുന്നു. നമ്മളിൽ എത്ര പേരുണ്ടാകും, ഇനി എത്ര പേര് ഇനി ജീവനോടെ ഇരിക്കും എന്നൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് നമ്മുടെ ദൈവം കൈപിടിച്ച് ആർക്കും ഒരു ദോഷവും പറ്റാതെ ഈ സഹോദരന്മാരെല്ലാവരും ഒത്തൊരുമിച്ച് വീണ്ടും ഒരുപാട് തത്വങ്ങളും ദൈവം നമ്മൾ ഇപ്പോൾ വീണ്ടും കൂടുമ്പോൾ ദൈവത്തിന് മഹത്വം പറയേണ്ടതാണ്, വളരെ നന്ദി പറയേണ്ടതാണ്. ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാകുമെന്ന് എനിക്ക് അന്നത്തെ ഒരു സാഹചര്യം നമുക്ക് വിചാരിക്കാനേ പറ്റില്ല. പക്ഷേ ദൈവം നമ്മുടെ അത്ഭുതം പ്രവർത്തിച്ച് നമ്മളിൽ ഒരാൾ പോലും കുറഞ്ഞു പോകാതെ വീണ്ടും നമ്മളെ ഇവിടെ വീണ്ടും നമ്മളിൽ ഒരെണ്ണവും കുറഞ്ഞില്ല. നമ്മളിൽ ആർക്കും ഒരു സന്തോഷം കുറവുണ്ടായില്ല. നമ്മളൊരു കുറച്ച് ദിവസം അടച്ചു വീട്ടിലിരുന്നു എന്നുള്ളതല്ലാതെ നമുക്കത് ഭാവിയിൽ ഓർക്കുമ്പോൾ ഒരു ദുഃഖം നമ്മളെ വേർത്ത് വരുന്നില്ല. അതിന് ദൈവത്തിൻ്റെ ഒരു കരുണയാണ്. വീണ്ടും ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഒരു 2 വർഷം മുമ്പ് 2021 ഫെബ്രുവരി മാസം 19-ാം തീയതി മറ്റ് യൂണിറ്റ് ഭാരവാഹികളോടൊപ്പം സെന്റ് അൽഫോൺസ യൂണിറ്റ് ഭാരവാഹികളും ഇവിടെ സത്യപ്രതിജ്ഞ ചെയ്ത് ഞാൻ ഈ യൂണിറ്റിൻ്റെ ഭാരവാഹിയായിട്ട്, ഇത് നമ്മുടെ പള്ളിയുമായിട്ട് ഉൾപ്പെടുന്ന വളരെ ചെറിയ യൂണിറ്റാണ്. പക്ഷെ ഞാനിവിടെ എത്തുമ്പോൾ എന്നെ അറിയാത്തവരുണ്ടായിരുന്നു, ഞാൻ അറിയാത്തവരുണ്ടായിരുന്നു.
മീറ്റിംഗ് നടത്താനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരുന്നു. ആരും അങ്ങോട്ട് അത്രയങ്ങ് സമ്മതിച്ച് തന്നിട്ടില്ല. പക്ഷേ ഓരോരുത്തരുടെ മുന്നേ നേരിട്ട് നമ്മളൊരു യൂണിറ്റ് മീറ്റിംഗ് നടത്താൻ അന്നത്തോളം ബുദ്ധിമുട്ടില്ല. കാര്യം നമുക്കെല്ലാവരെയും അറിയാം, അവർക്കെല്ലാവർക്കും നമ്മളെ അറിയാം. എല്ലാ യൂണിറ്റ് അംഗങ്ങളും എല്ലാ കുടുംബങ്ങളും ഇപ്പം നമുക്ക് മറ്റ് ഈ അച്ഛൻ പറഞ്ഞവരല്ല, കുടുംബമാണെങ്കിൽ അല്പത്തോട് ചക്കയാണ് തട്ടിമുട്ടി കിടക്കുമെന്നൊക്കെ പറയും. പക്ഷെ നമ്മളാരും തട്ടിമുട്ടിയും ആ ചട്ടി പൊട്ടിച്ച് കളയാറില്ല. പിന്നെയും പൊട്ടാൻ വേണ്ടിയിട്ട് ചട്ടി പിന്നെയും ബാലൻസ് ഉണ്ടാകണം. അതാണ് ഒരു കപ്പലിന് മുട്ടി. ആ ഒരു കപ്പലിന് മുട്ടിലും അല്ലാതെ നമ്മുടെ യൂണിറ്റിന് യാതൊരു പ്രോബ്ലംസും ഇല്ല. നമ്മൾ സന്തോഷത്തോടെ ഇന്നും കാണുന്നവരെ നാളെയും കണ്ട്, നാളെ കാണുന്നവരെ മറ്റന്നാളും കണ്ട് നമ്മൾ ചിരിച്ച് സന്തോഷിച്ച് ഈ യൂണിറ്റിൻ്റെ പ്രവർത്തനം ചെയ്യുന്നു. അത് നമ്മൾ തമ്മിലുള്ള ഒരു സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഒരു ഭാഗമായിട്ട് നമുക്ക് ഇതിനെ കാണാം. ഇനിയും സാധിക്കും എന്നുള്ളൊരു ഉറച്ച വിശ്വാസമാണ് നമുക്ക്. പുറത്ത് എന്ത് കാറ്റുണ്ടായിക്കോട്ടെ, എന്ത് മഴയുണ്ടായിക്കോട്ടെ, എന്നാലും നമ്മുടെ കുടുംബം നമ്മുടെ കുടുംബം തന്നെയാണ്. നമ്മുടെ കുടുംബത്തിൽ അതൊന്നും വരാനായിട്ട് നമ്മളാരും നമ്മുടെ ഒരു കുടുംബനാഥനെ നമ്മൾ പുറത്ത് എന്തുണ്ടായാലും കാറ്റുണ്ടാകാം, മഴയുണ്ടാകാം, വെയിലുണ്ടാകാം, കോളുണ്ടാകാം, അതൊന്നും നമ്മുടെ കുടുംബത്തിനെ ബാധിക്കാതിരിക്കാനായിട്ട് നമ്മൾ ആവശ്യമായ അടച്ചത്തും വാതിലും കുറ്റിയും കൊടുത്തും ഒക്കെ ഇട്ട് നമ്മൾ സൂക്ഷിക്കാറുണ്ട്. ഇവിടെ വന്ന് കണ്ട് പരിചയപ്പെട്ടവരാണ്, ഇവിടെ വന്ന് കണ്ട് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ്. നമ്മൾ തമ്മിൽ ഒരു സ്നേഹത്തിൻ്റെതല്ലാത്ത വേറൊരു ഭാഷകളുണ്ട്. അപ്പം അതുകൊണ്ട് ഈ യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൈവരിച്ച് കൊണ്ടുപോകാം. നമ്മളെ ഇത്രയും നാൾ കൂട്ടിവരുത്ത ദൈവത്തിന് നന്ദിയും സ്തുതിയും നന്ദിയും പറയുന്നു. ഞങ്ങളെ സ്നേഹിച്ചതും സഹകരിച്ചും നമ്മളുടെ എല്ലാ പ്രവർത്തനത്തിനും കൂട്ടായി നിന്നതും നിങ്ങളാണ്. നിങ്ങളോട് എനിക്കധികം നന്ദിയുണ്ട്, സ്നേഹമുണ്ട്. ആ കടപ്പാടും നന്ദിയും ഓർക്കുന്നുണ്ട്. ഞാൻ എൻ്റെ കത്തിയിട്ടുണ്ട്. 2023 നവംബർ 11 ശ്രീ ജോസഫ് ഇരിക്കപ്പാറ ഭവനത്തിൽ നടക്കുന്ന സെന്റ് അൽഫോൻസ കുടുംബ യൂണിറ്റിന്റെ 2017 വാർഷിക റിപ്പോർട്ട്. നമ്മൾ 2017 നവംബർ 11 ശ്രീ കോശി കാഞ്ഞിപ്പുറങ്ങളുടെ ഭവനത്തിൽ ഒത്തുകൂടിയ വാർഷികാഘോഷ സമ്മേളനത്തിന് ശേഷം ഇന്നാണ് വീണ്ടും അതിന് അവസരം ഉണ്ടായത്. ആ കൊറോണ കാലത്ത് നിന്ന് ഉയർത്തെഴുന്നേറ്റ് പൂർവാധികം ഭംഗിയോട് നടക്കുന്ന വാർഷികാഘോഷമാണല്ലോ നമ്മുടെ യൂണിറ്റിന് ഇന്ന്. അൽഫോൻസ യൂണിറ്റിന്റെ കുടുംബ കൂട്ടായ്മ എല്ലാ മാസവും 2ാം ഞായറാഴ്ച മുടക്കം കൂടാതെ പ്രാർത്ഥന, ബൈബിൾ വായന, വചന വ്യാഖ്യാനം, പൊതുചർച്ച, കുട്ടികളുടെ കലാപരിപാടികൾ എന്നിവയോടുകൂടി നടത്തി വരുന്നു. അന്നേ ദിവസം നമ്മുടെ വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട പീറ്ററച്ചന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ വെച്ച് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. പ്രസിഡന്റ് ശ്രീ ജോസഫ് ഇരിക്കപ്പാറ, സെക്രട്ടറി ശ്രീമതി ജെനി ജോയ്, ട്രഷറർ ശ്രീമതി സൂസൻ കാപ്പിൽ, ജോയിന്റ് സെക്രട്ടറി ശ്രീ ജോസ് മാമ്പള്ളി, വൈസ് പ്രസിഡന്റ് ശ്രീമതി മൈക്കിള ഒളശ. 2022 ജൂൺ മാസത്തിൽ ശ്രീ ജോസഫ് ഇരിക്കപ്പാറയുടെ ഭവനത്തിൽ വെച്ച് നടത്തിയ കുടുംബ കൂട്ടായ്മ ആഗോള മെത്രാൻ സിനഡ് 2023 ഒരുക്കമായി നമ്മുടെ ഇടവക തലത്തിലുള്ള സിനഡൽ സമ്മേളനം നടത്തുന്നതിന്റെ ഭാഗമായി അൽമായ കൂട്ടായ്മ അഭിപ്രായങ്ങൾ അറിയിക്കാനുള്ള ചോദ്യോത്തരങ്ങൾ അംഗങ്ങൾ ചർച്ച ചെയ്തു. യൂണിറ്റിന്റെ സജീവ പങ്കാളിത്തം കാഴ്ചവെപ്പിനും ദിവ്യവെളിക്കും ഉണ്ടായിരുന്നു. ജൂൺ മാസം തൊട്ടുള്ള എല്ലാ യൂണിറ്റ് മീറ്റിംഗിലും നമ്മുടെ സഭ സെപ്റ്റംബർ നടത്തുന്ന ലോഗോസ് ക്വിസിന്റെ ആമുഖമായിട്ടുള്ള ചോദ്യോത്തരങ്ങൾ ചർച്ച ചെയ്തു. ബഹുമാനപ്പെട്ട സിസ്റ്റർ ഇതിനു വേണ്ടി നമ്മളെ ഒരുക്കി. ഒക്ടോബർ മാസത്തിൽ എല്ലാ വർഷത്തെയും പോലെ നമുക്ക് അനുവദിച്ചിരുന്ന സമയത്ത് കൊന്തയ്ക്കും ദിവ്യവെളിക്കും യൂണിറ്റ് നേതൃത്വം കൊടുത്തു. ഡിസംബർ 25-ാം തീയതി ക്രിസ്മസ് ദിനത്തിൽ നമ്മുടെ ഇടവകയിലെ എല്ലാ യൂണിറ്റുകളുടെയും ക്രിസ്മസ് കരോൾ ഗാനാരംഭത്തിലും ക്രിസ്മസിൻ സംഗീതം എന്ന ഗാനം ആരംഭിച്ച് എല്ലാവരുടെയും പ്രശംസ കവർന്നു. എടുത്തു പറയത്തക്ക ഒരു സവിശേഷത, ക്രിസ്മസ് കരോളിനും ക്രിസ്മസ് ദിനത്തിൽ നമ്മുടെ പള്ളിയിൽ പുൽക്കൂട് നിർമ്മാണത്തിലും എല്ലാം യൂണിറ്റിലെ യുവ കൂട്ടായ്മയുടെ സാന്നിധ്യം സജീവമാണ്. അവരുടെ പിന്നിലായി യൂണിറ്റിലെ അമ്മമാർ തങ്ങളുടെ കഴിവുകൾ മാർഗം കളി ദൃശ്യാവിഷ്കാരത്തിൽ വളരെ മനോഹരമായി അവതരിപ്പിച്ചു. ജാനുവരി 15 തിരുനാൾ ദിനത്തിൽ നടന്ന കഴിഞ്ഞ പ്രദർശനത്തിലും എല്ലാം യൂണിറ്റ് അംഗങ്ങൾ തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചു. പന്ത് നിർമ്മിക്കുവാനും യുവ തലമുറ മുൻകൈയെടുത്തു. പ്രദർശന രീതികൾ അലങ്കരിക്കാനും അൽഫോൻസ യൂണിറ്റ് ശുഷ്കാന്തി കാണിച്ചു. എല്ലാ മീറ്റിങ്ങുകളിലും ജന്മദിനം, വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെ യൂണിറ്റ് ആദരിക്കാറുണ്ട്. 2022 മാർച്ച് മാസത്തിൽ നമ്മുടെ ഇടവകയിൽ നിന്നും സ്ഥലം മാറി
അച്ഛന് യാത്രയപ്പ് നൽകുകയും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് യൂണിറ്റ് എല്ലാ വിജയങ്ങളും ആശംസിക്കുകയും ചെയ്തു. പുതുതായി കടന്നു വന്ന ശ്രീ ഫ്രാൻസിസ് കല്ലു, TL ജോസ്, അനു മടവന എന്നീ കുടുംബങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ എല്ലാ സഹോദരങ്ങളും വരും മാസത്തിൽ പ്രതീക്ഷിച്ചുകൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കുന്ന സെക്രട്ടറി ജെനി ജോയ് ആയിരുന്നു. സ്നേഹ ബഹുമാനപ്പെട്ട അച്ഛ, അധ്യക്ഷ പ്രാരംഭം അലങ്കരിക്കുന്ന ജോസഫ് സാറെ, മറ്റ് യൂണിറ്റ് ഭാരവാഹികളെ, മറ്റ് യൂണിറ്റുകളുടെ എല്ലാ അംഗങ്ങളെ, പ്രിയ കുട്ടികളെ, ഇത് കർത്താവ് നൽകിയ ദിവസമാണ്, നമുക്ക് സന്തോഷിച്ച് ആനന്ദിക്കാം എന്ന് ഏറ്റുപറഞ്ഞ സങ്കീർത്തനോട് ചേർന്ന കുറേ നാളുകൾക്ക് ശേഷം നമ്മെ എല്ലാവരെയും ഇവിടെ ഒരുമിച്ച് കൂട്ടിയ നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. നമുക്ക് പരസ്പരം കാണുവാനും കേൾക്കുവാനും സൗഹൃദങ്ങൾ പങ്കിടുവാനും ഒക്കെയുള്ള ഒരു വേദിയാണല്ലോ ഇത്തരം വാർഷിക ആഘോഷങ്ങൾ. ആദ്യ സഭയിൽ എന്നതുപോലെ ഒരുമിച്ച് കൂടുവാനും തങ്ങൾക്കുള്ളവ പങ്കുവയ്ക്കുവാനും ഇങ്ങനെയുള്ള വാർഷികാഘോഷങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നിലവിളിക്കായി നമുക്കെല്ലാം സജ്ജീകരണങ്ങൾ ചെയ്തു തന്ന ജോസ് സാറിനെയും കുടുംബത്തെയും നന്ദിയോടെ ഓർക്കുന്നു. ഈ ആഘോഷങ്ങൾക്ക് വേണ്ടി ചുക്കാൻ പിടിച്ച ഈ യൂണിറ്റിലെ എല്ലാ ഭാരവാഹികളെയും എല്ലാ അംഗങ്ങൾക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും നേർന്നുകൊള്ളുന്നു. എല്ലാത്തിലും ഉപരിയായി കത്തിജ്വലിക്കുന്ന ഒരു മെഴുകുതിരി നാളം പോലെ എല്ലാവർക്കും പ്രകാശം വരുത്തുവാൻ ഈ യൂണിറ്റിലെ എല്ലാ അംഗങ്ങൾക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഇന്നത്തെ ഡേറ്റിന്റെ പ്രത്യേകതയാണ് 11/11, ഓക്കെ, November 11. സോ നമ്മുടെ ഇവിടെ ഇരിക്കുന്നവരിൽ അവരുടെ ഫോൺ നമ്പറിൽ ഏറ്റവും കൂടുതൽ 1 ഉള്ളത് ആരാണോ അവർക്ക് വരാം. 1, 2, 1, 3. സോ അങ്ങനെ 1 വന്നതിൽ 5 നമ്പേഴ്സ് ഓഫ് 1 ആരുടെയെങ്കിലും മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ വരാം. ആരുമില്ല. 4 നമ്പേഴ്സ് ഓഫ് 1. 4 numbers of 1. 3. 3. 3. ഇല്ല. ID proof or your vehicle number 2023. അത് എങ്ങനെയെങ്കിലും ഓർഡറിലാവണം എന്ന് മാത്രം. സ്റ്റാർട്ടിങ്ങോ എൻഡോ മിഡിലോ ആവാം. 2023. നിങ്ങളൊന്ന് വെരിഫൈ ചെയ്ത് നോക്കണം. എല്ലാവരുടെ കയ്യിലെ മൊബൈലോ ഏതെങ്കിലും ആധാർ കാർഡോ എന്തെങ്കിലും ഒന്ന് പ്രൂഫ് ചെയ്തോ ചെക്ക് ചെയ്ത് നോക്കും. ആരുടെയും കയ്യിലില്ല. മിഠായി
കൊന്തയുണ്ട് ആരെങ്കിലും ഉണ്ടല്ലോ? വാ പ്ലീസ്. ഈ കുഞ്ഞു അവയുടെ കയ്യിലാട്ടോ, കഴുത്തിലാട്ടോ. സോ യെല്ലോ കളറിലെ മൊബൈൽ കവർ ഓർ മൊബൈൽ കേസ്. Anyone? First. വിശ്വാസ പ്രാർത്ഥന
श्री विकास बंसल जी द्वारा रचित एक प्रेरणादायक कविता तुम मुझको कब तक रोकोगे प्रस्तुत करना चाह रहा हूँ। तो सुनिए, तुम मुझको कब तक रोकोगे। मुट्ठी में कुछ सपने लेकर भरकर जेबों में आशाएं, दिल में है अरमान यही कुछ कर जाए, कुछ कर जाए। सूरज सा तेज नहीं मुझ में, दीपक सा जलता देखोगे। सूरज सा तेज नहीं मुझ में, दीपक सा जलता देखोगे। अपनी हद रोशन करने से तुम मुझको कब तक रोकोगे, तुम मुझको कब तक रोकोगे। मैं उस माटी का वृक्ष नहीं जिसको नदियों ने सिंचा है। मैं उस माटी का वृक्ष नहीं जिसको नदियों ने सिंचा है। बंजर माटी में पलकर मैंने मृत्यु से जीवन खींचा है। मैं पत्थर पर लिखी इबारतों शीशे से कब तक तोड़ोगे। मैं पत्थर पर लिखी इबारतों शीशे से कब तक तोड़ोगे। मिटने वाला मैं नाम नहीं, तुम मुझको कब तक रोकोगे, तुम मुझको कब तक रोकोगे। इस जंग में जितने जुल्म नहीं उतने सहने की ताकत है। इस जंग में जितने जुल्म नहीं उतने सहने की ताकत है। तानों की भी शोर में रहकर सच कहने की आदत है। मैं सागर से भी गहरा हूँ, तुम कितने कंकड़ फेंकोगे। मैं सागर से भी गहरा हूँ, तुम कितने कंकड़ फेंकोगे। चुन चुन कर आगे बढ़ूंगा मैं, चुन चुन कर आगे बढ़ूंगा मैं। तुम मुझको कब तक रोकोगे, तुम मुझको कब तक रोकोगे। കുഴപ്പമില്ല, പറഞ്ഞു പറഞ്ഞു ഓർത്ത് പറഞ്ഞാൽ കുഴപ്പമില്ല, കട്ട് ചെയ്തിട്ടുള്ളൂ. चुप चुप कर सीधा खड़ा हुआ, अब फिर झुकने का शौक नहीं। अपने ही हाथों रचा स्वयं, तुमसे मिटने का खौफ नहीं। तुम हालातों की भट्टी में जब जब भी मुझको झोंकोगे। तुम हालातों की भट्टी में जब जब भी मुझको झोंकोगे। तब तब कर सोना बनूंगा मैं, तब तब कर सोना बनूंगा मैं। तुम मुझको कब तक रोकोगे, तुम मुझको कब तक रोकोगे। धन्यवाद। ും
നമ്മുടെ
சொல்லாமலே கைக்கு அழகு வந்தது போது முன்னே பார்க்கும் என்றென்றும் போது வந்து அழகது மனிதனது கொள்ள இது மனித காதல் அல்ல அதை தாண்டி புனிதமானது அபிராமி தாலாட்டும் சாமி அவன்தானே தெரியுமா சிவகாமி சிவனில் நீயும் பாதி அதுவும் உனக்கு புரியுமா சுடலாடி லாடி லாடி லாடியே அபிராமி லாடி லாடி லாடியே ஓ கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே பொன்மணி உன் வீட்டு சொல்லிவான் நான் இங்கு சொல்கிறேன் இது என்னை பார்க்க